Branches of accounting. അക്കൗണ്ടിങ്ങിന് മെയിൻലി 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റും ക്യാൻഡൽ അക്കൗണ്ടൊക്കെയാണ്. ക്യാൻഡൽ അക്കൗണ്ട് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ബ്രാഞ്ചാണ് എന്ത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അതായത് മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ് എന്നവരാണ് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. എന്തിന്? പ്ലാനിങ്ങിന്, ഡിസിഷൻ മേക്കിങ്ങിന്, കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. തേർഡ് ആണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളെ ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ ടൂളായിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കാണിക്കുന്നത്. കാരണം നമുക്കിതിലൂടെ നമുക്ക് വേസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, നമുക്ക് ആക്യുറേറ്റ് പ്രൈസ് സെറ്റിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇനിയും കൂടുതലായിട്ട് അക്കൗണ്ടിങ് ബേസിക്സ് അറിയാൻ താല്പര്യമുള്ളവർ ടു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.